അമേരിക്കയുടെ ഉറപ്പിൽ ഉക്രൈൻ റഷ്യക്കെതിരെ അമേരിക്കയുടെ ആയുധം ഉപയോഗിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആയുധങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്ക അനുമതി നൽകി എന്ന വാർത്ത വ്യാപകമായിരുന്നു. ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഉക്രൈൻ റഷ്യക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയത്. ഇക്കാര്യം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് റഷ്യ തക്ക മറുപടി തന്നെ നൽകിയിട്ടുമുണ്ട്. നമുക്കറിയാം, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ യുദ്ധത്തിലേക്ക് തള്ളിയിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ്. ഇപ്പോഴിതാ വീണ്ടും ഉക്രൈൻ്റെ കയ്യിൽ ആയുധം നൽകി റഷ്യയെ ആക്രമിക്കാൻ പറഞ്ഞയച്ചിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം കാണാനോ പരിഹരിക്കുവാനോ ഇനി ബൈഡൻ ഉണ്ടാവില്ല. ഈ കാര്യം മനസ്സിലാക്കാതെയാണ് ഉക്രൈൻ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഉക്രൈനിയൻ സൈന്യം റഷ്യയുടെ ബ്രയാൻസ് മേഖലയിൽ ഒന്നിലധികം US നിർമ്മിത മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അവയിൽ 5 റഷ്യയുടെ S-400 എന്ന ഏറ്റവും അഡ്വാൻസ്ഡ് പാൻസിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഷ്യ തടഞ്ഞിട്ടുമുണ്ട്. ഇവയിൽ ഒന്നിന് കേടുപാടുകൾ സംഭവിക്കുകയും ബ്രയാൻസ് മേഖലയിലെ റഷ്യൻ സൈനിക സൈറ്റിൽ പതിക്കുകയും ചെയ്തതിനെ തുടർന്ന് വലിയ തീപിടുത്തമുണ്ടായതായും എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കിയതായും റഷ്യൻ വൃത്തങ്ങളും സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും റഷ്യൻ സൈന്യം അവകാശപ്പെട്ടു. സംഘട്ടനത്തിനിടെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തേക്ക് കീവ് ആദ്യമായി ATACMS മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഉക്രൈനിയൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിക്ഷേപണത്തിന്റെ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടു. കീവിലെ സൈനിക ഉദ്യോഗസ്ഥർ അവകാശവാദം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ബ്രയാൻസ് മേഖലയിലെ ഒരു വെടിമരുന്ന് ഡിപ്പോയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങളെല്ലാം റഷ്യ പ്രതിരോധിച്ചു. ഇതിലൊരു അമേരിക്കൻ ഡ്രോൺ ആക്രമണവും ഉൾപ്പെടുന്നുണ്ട്. ഡ്രോൺ തകർക്കുന്നതിൻ്റെയും ഒപ്പം 2 വാഹനങ്ങളിലായി ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ട് കിടക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളും റഷ്യയും പുറത്തുവിട്ടു. അതേസമയം ഉക്രൈൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യ കടുത്ത നടപടികളിലേക്ക് എങ്ങനെയാകും നീങ്ങുക എന്ന ആകാംക്ഷയിലാണ് ലോകം. ഇതിൻ്റെ ആദ്യപടിയെന്നോണം റഷ്യ അവരുടെ ആണവ നയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. റഷ്യക്കെതിരെ ഇത്തരമൊരു ആക്രമണമുണ്ടായാൽ തങ്ങളുടെ ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച റഷ്യ ആ ഉത്തരവ് നടപ്പിലാക്കിയിരിക്കുകയാണ്. പ്രസിഡന്റ് പുടിൻ ഈ ഉത്തരവിൽ ഒപ്പുവെച്ചു. നേരത്തെ ഏത് അന്തരീക്ഷത്തിലും ആണവാക്രമണം നടത്താനുള്ള അനുമതി വലിയ നിയമ തടസ്സങ്ങൾക്കുള്ളിൽ നിൽക്കുന്നതായിരുന്നു. എന്നാൽ അവ എടുത്തുമാറ്റുകയാണ് ഇപ്പോൾ റഷ്യ ചെയ്തത്. പുതിയ സിദ്ധാന്തമനുസരിച്ച് വൻതോതിലുള്ള നശീകരണ ആയുധങ്ങളോ പരമ്പരാഗത ആയുധങ്ങളുടെ വലിയ ആയുധങ്ങളോ കൈവശമുള്ള ശത്രുശക്തികളുടെയും സൈനിക സംഘങ്ങളുടെയും ആക്രമണം തടയാൻ റഷ്യ അവരുടെ ആണവ പ്രതിരോധം ഉപയോഗിച്ചേക്കും. റഷ്യക്കെതിരെ ആക്രമണം തയ്യാറാക്കാനും ആരംഭിക്കാനും മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ പരമാധികാര ഇടം നൽകുന്ന രാജ്യങ്ങളും നയത്തിന് വിധേയമാണ്. സ്വന്തമായി ആണവായുധമില്ലാത്ത രാജ്യമാണെങ്കിൽ പോലും ആണവായുധം ഉള്ള രാജ്യങ്ങളുടെ ചേരിയിൽ നിന്ന് റഷ്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ പോലും ആ നിൽക്കുന്ന കൂട്ടായ്മയെ പോലും അവരുടെ കൂട്ടമായ ആക്രമണമായി റഷ്യ കണക്കാക്കും എന്നതാണ് ഈ പുതിയ നയത്തിൻ്റെ പ്രധാനമായ മാറ്റം. ഔപചാരികമായി ഒരു സൈനിക സംഘടനയിൽ ഉൾപ്പെടാത്ത ഒരു രാജ്യത്തിന് ആണവശക്തിയുടെ പിന്തുണയുണ്ടെങ്കിൽ പോലും അത് ബാധകമാകും. രാജ്യം ആക്രമിക്കപ്പെട്ടാൽ പ്രതികാരം അനിവാര്യമാണെന്ന് ഒരു ആക്രമണകാരി മനസ്സിലാക്കുന്നു എന്ന് ഉറപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് റഷ്യ പറയുന്നത്. റഷ്യൻ സൈനിക സഖ്യകക്ഷികൾക്കും ഇതേ സംരക്ഷണം ലഭിക്കും. ശത്രുവിൻ്റെ കൈവശമുള്ള ആണവായുധങ്ങൾ മുതൽ കൂട്ടനശീകരണ ആയുധങ്ങളുടെ അനിയന്ത്രിതമായ വ്യാപനവും അവരുടെ വിതരണ സംവിധാനങ്ങളും വരെ ഈ പട്ടികയിൽ വരുന്നുണ്ട്. പ്രധാനമായും 10 പദ്ധതികളാണ് റഷ്യ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയുടെ അതിർത്തികൾക്ക് സമീപം സൈനിക സന്നാഹമുണ്ടാക്കൽ, ബാലിസ്റ്റിക് വിരുദ്ധമായ മിസൈൽ സംവിധാനങ്ങളുടെ വികസനം, റഷ്യൻ പ്രദേശത്തെ ആക്രമിക്കാൻ കഴിയുന്ന പരമ്പരാഗത ആയുധ സംവിധാനങ്ങളുടെ വിന്യാസം, വലിയ തോതിലുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അട്ടിമറി പദ്ധതികൾ എന്നിവയാണ് ഈ 10 ഇനത്തിൽപ്പെടുന്ന ഭീഷണികളായി റഷ്യ കണക്കാക്കുന്നത്. ആണവ പ്രതികാരത്തിനുള്ള ട്രിഗറുകളുടെ പട്ടികയിൽ ശത്രു വിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചുള്ള വൻ ആക്രമണത്തെക്കുറിച്ചുള്ള സ്ഥിരീകരിച്ച രഹസ്യാന്വേഷണ വിവരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അത്തരം ആയുധങ്ങൾ റഷ്യൻ വ്യോമാതിർത്തിയിലേക്ക് കടന്നാൽ രാജ്യത്തിൻ്റെ ആണവായുധങ്ങൾ ഉപയോഗിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഉദ്യോഗസ്ഥൻ റഷ്യയുടെ പ്രസിഡന്റാകും. ആ പ്രസിഡന്റ് ഇത്തരം ശ്രമങ്ങൾ തങ്ങൾ നടത്തുകയാണെങ്കിൽ ഏത് രാജ്യത്തിനെതിരെയാണോ നടത്തുന്നത് ആ രാജ്യങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്യും. അതിനുള്ള അധികാരമുള്ളയാളെയാണ് ചുമതലപ്പെടുത്തുന്നത് എന്നും പുതിയ പദ്ധതിയിൽ പറയുന്നുണ്ട്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആയുധങ്ങൾ ഉക്രൈന് ഉപയോഗിക്കുവാൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് തങ്ങളുടെ ആണവായുധ സിദ്ധാന്തത്തിൽ മാറ്റം കൊണ്ടുവന്ന് റഷ്യ ലോകത്തെ വെല്ലുവിളിച്ചത്.
അമേരിക്കയുടെയോ പാശ്ചാത്യ രാജ്യങ്ങളുടെയോ ആയുധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈൻ തങ്ങളെ ആക്രമിച്ചാൽ തങ്ങളുടെ മണ്ണിൽ പതിയുന്ന ഏത് ആയുധം ഏത് രാജ്യത്തിൻ്റെയാണോ എന്ന് നോക്കി അവരോട് റഷ്യ യുദ്ധം പ്രഖ്യാപിക്കും എന്നായിരുന്നു പുടിൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയത്. നിലവിലെ സാഹചര്യത്തിൽ റഷ്യക്കെതിരെ ഉക്രൈൻ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയായിരിക്കും റഷ്യ അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്കും മറുപടി നൽകുക എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.